നന്ദികേശന്റെ ഉളികുത്തൽ ചടങ്ങ് നടത്തി. നൂറിനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് നന്ദികേശനെ നിർമ്മിക്കുന്നത്. ഉളവക്കാട് കരയിൽ നിർമ്മിക്കുന്ന നന്ദികേശന്റെ ഉളികുത്തൽ ചടങ്ങാണ് നടത്തിയത്. നൂറിനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഉളവുക്കാടുകര പുതിയ നന്ദികേശനെ നിർമ്മിക്കുന്നത്. നന്ദികേശന്റെ ഉളികുത്തൽ ചടങ്ങ് നടന്നു. ശില്പി പ്രജിത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പടനിലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉളവുക്കാട്, കരക്കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറി ഹരീഷ്, കൺവീനർ അനന്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. അങ്ങനെ ഒരു കമ്മിറ്റി കൂടി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ആത്മാർത്ഥമായി തന്നെ യുവജനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടാകണം. കാരണം വെച്ചാൽ വരും തലമുറയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നീക്കിവെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സാന്നിധ്യവും സഹകരണവും ഇതിനുണ്ടാകണം. നൂറിനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉളവക്കാട് കര എപ്പോഴും എല്ലാ കാലത്തും ക്ഷേത്ര ഭരണസമിതിയോട് ഒത്തുനിന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സമയബന്ധിതമായി നമുക്ക് ശിവരാത്രി മഹോത്സവം നടത്തി ദീപാരാധന, പരബ്രഹ്മമൂർത്തിയുടെ ദീപാരാധന കൃത്യസമയത്ത് നടത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി ഈ ഉളവക്കാട് കരയിലെ ഓരോ കമ്മിറ്റി അംഗങ്ങളും ഭക്താനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാരും വലിയ കാള തന്നെയാണ്, നന്ദികേശൻ തന്നെയാണ് നിർമ്മിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ശിവരാത്രി മഹോത്സവം നമ്മുടെ എല്ലാവരുടെയും കൂടാണ്. അത് 16 കരക്കാരുടെയും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയാകണം. നമ്മുടെ ഒരു സ്വപ്നമാണെന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് യുവജന സമിതിയോടും ഈ നാട്ടിലുള്ള മുഴുവൻ ഭക്തജനങ്ങളോടുമാണ്. കാരണം ഇത്രയും വലിയൊരു സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ആ ഒരു ആവേശം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും കൂടെ ഉണ്ടാവുമെന്നുള്ള ആ ഒരു ഉറപ്പ് എന്നും എക്കാലത്തും നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കരക്കമ്മിറ്റി അംഗങ്ങളും യുവജന സമിതി അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നൂറിനാട്.